DVR എന്ന് പറഞ്ഞാൽ അറിയില്ല, ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ. അതിൽ എങ്ങനെയാണ് നമ്മൾ റെക്കോർഡിംഗ് സിസ്റ്റം, അതായത് അതിൽ നമ്മൾ സെറ്റിങ്സ് എങ്ങനെയാണെന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് ഷെഡ്യൂള് റെക്കോർഡിങ്ങിൽ. അതായത് റെഗുലർ വരും, റെഗുലർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് റെക്കോർഡിങ് വരും. പിന്നെ എം ഡി എന്ന് പറഞ്ഞാൽ മോഷൻ റെക്കോർഡിങ്, മോഷൻ ഡിറ്റക്ഷൻ എന്നുള്ള. പിന്നെ ഒരു അലാറം വരുന്നുണ്ട്, പിന്നെ മോഷൻ ഡിറ്റക്ഷൻ പ്ലസ് അലാറം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 1, 2, 3, 4 തരത്തിൽ റെക്കോർഡിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒക്കെ 4 കളറായിട്ട് കാണിച്ചിരിക്കുകയാണ് ഓരോ ഭാഗങ്ങളിൽ. അത് അത് നമ്മുടെ ഇഷ്ടാനുസരണം അതിലെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്. സാധാരണ നമ്മൾ ഇപ്പോൾ DVR ഒക്കെ സെറ്റിങ്സ് കഴിഞ്ഞാൽ അതിൻ്റെ മെനുവിൽ പോയിട്ട് റെക്കോർഡിങ്ങിൽ പോയ സെറ്റിങ്സിൽ പോയിട്ട് ഇതുപോലെ സ്റ്റോറേജ് പോവുക, പിന്നെ ഷെഡ്യൂള് പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ ഇതുപോലെ മെയിൻ മെനുവിൽ പോയിട്ട് ഒരു DVRൻ്റെ ആണെങ്കിൽ പാസ്വേഡ് അടിച്ചു. പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ആൻഡ് പ്ലേ ബാക്ക് സ്നാപ്ഷോട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ DVRന്. മെയിൻ മെനുവിൽ പോവുക, നമ്മളിത് ഒരു ക്യാമറ എടുത്തു, എൻകോഡ്, സ്നാപ്ഷോട്ട്, അതിനനുസരിച്ചിട്ട് പോകാൻ പറ്റും നമുക്ക്. എപ്പോഴും എന്ത് കാര്യം നമ്മൾ മെനുവിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിട്ട് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്താൽ മാത്രമേ അത് വരുള്ളൂ ഇതിനകത്ത്. थोड़ा कट करो.